2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങാൻ കൃത്യമായി UDF തയ്യാറെടുക്കുമ്പോൾ ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള അന്തർധാര അത് പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള അടവ് നയങ്ങളാണ് ഇപ്പോൾ KPCC കൃത്യമായി ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം 6 കോർപ്പറേഷനുകളുടെ കാര്യമാണ് UDF പ്രഥമ പരിഗണന കൊടുക്കുന്നത്. അതിനകത്ത് കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി കോർപ്പറേഷൻ, കൊല്ലം, തിരുവനന്തപുരം. ഇതിനകത്ത് കൃത്യമായും UDFന് ഹൈപ്പുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് നിലവിൽ. എന്നാൽ കൊച്ചിയിലും കണ്ണൂരിലും വിജയിക്കാൻ കഴിയും എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ തന്നെ ആ ഒരു ആത്മവിശ്വാസം നേടിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ശക്തമായൊരു മത്സരം നടക്കാൻ പോകുന്നത് കൊല്ലം കോർപ്പറേഷനിലും അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലുമാണ്. കൊല്ലത്തും കോഴിക്കോട് കോർപ്പറേഷനിലും വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞാൽ അത് UDFന്റെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഉഗ്രൻ സെമി ഫൈനൽ റിസൾട്ടായി തന്നെ കണക്കാക്കാൻ കഴിയും. നിലവിൽ കോഴിക്കോട് കോർപ്പറേഷൻ LDF ആണ് ഭരിക്കുന്നത്. എന്നാൽ കൃത്യമായും BJPയുടെ വോട്ട് ഷെയർ അവിടെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും BJPയുടെ വോട്ടുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ജയിക്കാൻ തന്നെയാണ് ഇടതുപക്ഷം കോഴിക്കോടും അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷനിലും പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കൊല്ലത്ത് BJPക്ക് വലിയ രീതിയിലുള്ള വോട്ടുകളില്ല. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം കൊല്ലത്ത് സാമാന്യം നല്ല രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2014 NK പ്രേമചന്ദ്രൻ മത്സരിക്കുമ്പോൾ അവിടെ കൊല്ലത്ത് BJP സ്ഥാനാർത്ഥിക്ക് 1,00,000 വോട്ട് പോലും തികച്ച് കിട്ടാത്ത സാഹചര്യത്തിൽ നിന്നും കഴിഞ്ഞ തവണ കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ ഏകദേശം 1.25 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയെടുത്തു. കോർപ്പറേഷനിലായിരുന്നാലും ചില ഡിവിഷനുകളിൽ BJPക്ക് വലിയ രീതിയിൽ അവിടെ മുൻതൂക്കം നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇത് കൃത്യമായും LDFിലേക്ക് എത്തിച്ചാൽ തൃശ്ശൂരിൽ ഒരു വെച്ചുമാറൽ അതാണ് BJPയുടെ പ്ലാൻ. തൃശ്ശൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷത്തെത്താനും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനും അതാണ് ഇടതുപക്ഷവുമായിട്ടുള്ള BJPയുടെ ഡീൽ എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ തൃശ്ശൂരിൽ DCC അധ്യക്ഷനായി ജോസഫ് ടാജറ്റിനെയാണ് നിയമിച്ചിരിക്കുന്നത്. AICC ആണ് ജോസഫ് ടാജറ്റിൻ്റെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയത്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് തൃശ്ശൂരിൽ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. അവിടെ BJPയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കൈവിട്ട് സഹായിച്ച CPIMന് ഇത്തവണ പല രീതിയിലുള്ള ദുരുദ്ദേശങ്ങളും ഉള്ളതായി തന്നെയാണ് ജോസഫ് ടാജറ്റ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. UDFനെ അപകീർത്തിപ്പെടുത്തുക, UDFനെ ദുർബലമാക്കുക, ഇത് രണ്ടുമാണ് വർഷാവർഷങ്ങളിലായി CPIMും BJPയും ഒരുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പാലക്കാട് നീല ട്രോളി വിവാദം ഉൾപ്പെടെ വന്നപ്പോൾ MP രാജേഷും VV രാജേഷും ഒക്കെ പറഞ്ഞത് ഒരേ ഭാഷാ ശൈലിയാണ്. ഇത് തന്നെയാണ് CPIM BJP അന്തർധാര പകൽ വെളിച്ചത്തിൽ തന്നെ പൊളിയുന്നത്.